ഹലോ, നമസ്കാരം. എല്ലാവരും ക്ലാസ് ഒക്കെ കണ്ട് പൈസേനെ കുറിച്ചൊക്കെ പഠിച്ചില്ലേ കഴിഞ്ഞ ക്ലാസ്സില്? കാശ്, പൈസ, ധനം, പിന്നെതാണ് രൂപ. പഠിച്ചില്ലേ? നമ്മളെ ഈ പൈസയൊക്കെ കൂടുതൽ നമ്മൾ വന്നു കഴിയുമ്പോ നമ്മൾ എന്ത് ചെയ്യും? ആദ്യമൊക്കെ ജോലി കിട്ടുമ്പോ കയ്യില് കിട്ടുന്ന കാശൊക്കെ ഭയങ്കര കാശായിരിക്കും, നമുക്ക് അധികം വരും കാശ്. പിന്നെ പിന്നെ നമുക്ക് ഒന്നിനും തികയില്ല അല്ലെ? അങ്ങനെയൊക്കെ വരും. പൈസ ജോലിയൊക്കെ കിട്ടുമ്പോ മനസ്സിലാവുള്ളൂ. എന്നാലും നമ്മൾ കുറച്ച് പൈസ ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ നമ്മളത് സമ്പാദ്യമായിട്ട് മാറ്റാറില്ലേ? അതായത് ടൂ വീലർ മേടിക്കും, പിന്നെ നമ്മൾ ഫോർ വീലർ മേടിക്കും, പിന്നെ നമ്മൾ വീട് വെക്കും അല്ലേ? പിന്നെ നമ്മള് പറമ്പ് മേടിക്കും, ടൂറ് പോകും. അങ്ങനെ നമ്മള് പിന്നെ അതിന്റെ ഇടയ്ക്ക് വല്ല അസുഖങ്ങളൊക്കെ വന്നാൽ ട്രീറ്റ്മെന്റിനും നമുക്ക് പൈസ വേണം. അതുപോലെ തന്നെയാണ് നമ്മള് പഠിച്ചതും സമ്പാദിച്ചു വെക്കണ്ടേ? നമ്മള് ഇപ്പൊ ഒരു 5 അക്ഷരമൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോ, 5-6 അക്ഷരം പഠിച്ചു കഴിഞ്ഞപ്പോ നമ്മള് ഒരു സെന്റൻസ് ഉണ്ടാക്കി അല്ലെ? അത് നമ്മുടെ പുസ്തകത്തിലുണ്ട്. ഏത് സെന്റൻസ് ആണെന്ന് ഓർമ്മയുണ്ടല്ലോ? പറ 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 പറവ പറ. അതുപോലെ ഇപ്പൊ നമ്മൾ 24 അക്ഷരങ്ങൾ എണ്ണി നോക്കിയാ ടൂ ലൈനൊക്കെ ഓക്കെ അല്ലേ എല്ലാവരുടെ? അപ്പൊ നമ്മള് അത് ഒരു സൂക്ഷിച്ചു വെക്കണം. നമ്മള് ഒരു മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്, വിദ്യാധനം സർവധനാൽ പ്രധാനം. വിദ്യ എന്ന് പറഞ്ഞാല് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം. ആ ധനം നമ്മുടെ കയ്യിൽ ഉള്ളതാണ് ഏറ്റവും വലിയ ധനം. ഇപ്പൊ നമ്മൾ ഓർക്കുമ്പോ അവർക്ക് കുറെ പറമ്പുണ്ട്, അവർക്ക് കുറെ കാറുണ്ട്, അവർക്ക് കുറെ കൃഷിയുണ്ട്. ഇതൊക്കെ ഒരു തരത്തിൽ സമ്പാദ്യമാണെങ്കിലും വിദ്യ എന്നുള്ള ധനം ഉണ്ടെങ്കിലേ നമ്മള് സമ്പൂർണരാകുള്ളൂ. അതാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ കുറെ വിദ്യാഭ്യാസം നേടിയെങ്കിൽ നമുക്ക് ജോലി കിട്ടിയില്ല എങ്കിലും നമ്മൾ ഏത് ജോലിയും എടുത്തോ, താഴേക്കിടയിലുള്ള ജോലി അതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. ഇപ്പൊ വീട്ടിലുള്ള കംപ്ലീറ്റ് ജോലി നമ്മൾ തന്നെ ചെയ്യണ്ടേ? അടുക്കളപ്പണി എടുക്കണം, തോട്ടപ്പണി എടുക്കണം, എല്ലാം വേസ്റ്റ് മാനേജ്മെന്റ് എല്ലാം നമ്മൾ തന്നെ ചെയ്യണം. അതുപോലെ തന്നെയാണ് വിദ്യ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ജോലി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇല്ലെങ്കിലാ നമ്മൾ എന്നും ആ തോട്ടിപ്പണിയാണെങ്കിൽ തോട്ടിപ്പണി തന്നെ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പൊ ഏത് ജോലിക്കും മഹത്വം ഉണ്ടെങ്കിലും വിദ്യ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉയരങ്ങളിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ആ ധനം എന്നുള്ളതാണ് എല്ലാ ധനത്തെക്കാളും സർവധനാൽ പ്രധാനം എന്ന് പറയുന്നത്. എല്ലാ ധനത്തെക്കാളും പ്രധാനം വിദ്യ തന്നെയാണ്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്ക് കിട്ടിയ 24 അക്ഷരം ഇനി നമ്മൾ അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ അക്ഷരങ്ങൾ പഠിക്കും, ചിഹ്നങ്ങൾ പഠിക്കും, കൂട്ടക്ഷരങ്ങൾ പഠിക്കും. നമ്മൾ ഈ പഠിച്ച അക്ഷരങ്ങളെയൊക്കെ നമ്മൾ പല പേരുകളിൽ നമ്മൾ തരംതിരിക്കും. കുറച്ച് തലക്ക് ഇങ്ങനെ പറയില്ലേ, തല പുണ്ണാകണം എന്നൊക്കെ പറയും അല്ലെ? കൂടുതൽ കൂടുതൽ വരുമ്പോ അതിക്ക് മുമ്പ് നമ്മളൊന്ന് റിലാക്സ് ചെയ്തിട്ട് ഇതൊക്കെ നമുക്കൊന്ന് സൂക്ഷിച്ചു വെക്കണം. അപ്പൊ അക്ഷരങ്ങളാണെങ്കിൽ നമ്മൾ എങ്ങനെ സൂക്ഷിച്ചു വെക്കണത്? പൈസ ആണെങ്കിൽ ബാങ്കിൽ അല്ലെ? അല്ലെങ്കിൽ നമ്മളുടെ സാധനങ്ങൾ, അക്ഷരങ്ങൾ നമ്മൾ എങ്ങനെ സൂക്ഷിച്ചു വെക്കും? അതിനാണ് നമ്മൾ കൊച്ചു കൊച്ചു കഥകൾ, കവിതകള്, പഴഞ്ചൊല്ലുകള്, പിന്നെ നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പോകുമ്പോൾ നമ്മൾ നോവലുകളാകും, ചെറുകഥ, പിന്നെ ടൂറൊക്കെ പോയി കഴിഞ്ഞപ്പോൾ യാത്രാ വിവരണം. അതിനൊക്കെ പ്രത്യേകം പ്രത്യേകം വിഭാഗങ്ങളുണ്ട്. ചില ആൾക്കാരുടെ യാത്രാ വിവരണമൊക്കെ വായിച്ചാൽ നമ്മൾ അവിടെ പോയി വന്ന പോലെയൊക്കെ നമുക്ക് തോന്നും. അപ്പൊ നമുക്കങ്ങനെ സൂക്ഷിക്കണം. ടീച്ചർ സംസ്കൃതം 4ാം ക്ലാസ് മുതൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ഒരു ശ്ലോകം പഠിച്ചേക്കുന്ന ഇതാണ്: ശിശുർവേത്തി പശുർവേത്തി വേത്തി ഗാനരസം ഫണി. അതായത് ഈ ലോകം മൊത്തം, ശിശുക്കളാണെങ്കിലും പശുക്കളാണെങ്കിലും പാമ്പുകളാണെങ്കിലും സംഗീതത്തെ നന്നായിട്ട് ആസ്വദിക്കും എന്നാ പറയണത്. അത് നമ്മള് എല്ലാവർക്കും ശരിയല്ലേ? ഏത് പാട്ട് പാടാത്ത ഒരു എന്താ പടുപാട്ട് പാടാത്ത ഒരു വിഡിയുമില്ലെന്നാ പറയുന്നത്. ടീച്ചർക്ക് പാടാൻ ഒരു കഴിവില്ലെങ്കിലും ടീച്ചറും പാടും. ഇപ്പൊ സ്കൂളുകളിലൊക്കെ ആനിവേഴ്സറി ഒക്കെ വരുമ്പോഴേ ഈ പുറയില് നാണം കുണുങ്ങി പേടിച്ച് ഉറച്ചൊക്കെ ഇരിക്കണതുങ്ങൾ ഉണ്ടാവും. തകർക്കണതുങ്ങൾ ഭയങ്കര ആക്ടിവിറ്റി ആയിട്ട് സ്റ്റേജിൽ കിടന്ന് തകർക്കും. പക്ഷെ ഈ മാറി നിൽക്കണതുങ്ങൾ അവിടെ തന്നെ ഇരിക്കും. ഞങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ പൊക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളത്, കാരണം അവരുടെ പാരന്റ്സിനൊക്കെ ഭയങ്കര സന്തോഷമാകും നമ്മൾ അവരെ സ്റ്റേജിൽ കയറ്റുമ്പോ. നമ്മൾ അവർക്ക് പറ്റുന്ന വിധത്തിലുള്ള എന്തെങ്കിലും ഒരു അറേഞ്ച്മെന്റ് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കും. അപ്പൊ അവർക്കത് ഇഷ്ടമാകും, അവരെ കൊണ്ട് ഡയലോഗ് പറയിപ്പിക്കും. അങ്ങനെ അവർ സ്റ്റേജിൽ കയറ്റുമ്പോ ഭയങ്കര സന്തോഷവും. അത് നമ്മളുടെ സ്വന്തം കൃതികളായിരിക്കും. ഇതുപോലത്തെ ഒരു കൃതിയാണ് ഇപ്പൊ നമ്മൾ രചിക്കാൻ പോകുന്നത്. നമുക്ക് അത് സംഗീതത്തിൽ തന്നെ തുടങ്ങാം. അതിന് ഏറ്റവും എല്ലാവരും ആകർഷിക്കുന്നതും എല്ലാവർക്കും ആസ്വദിച്ച് അത് റിപ്പീറ്റ് ചെയ്യാനും ഇഷ്ടം എപ്പോഴും സംഗീതം തന്നെയാണ്. ടീച്ചർ ഉണ്ടാക്കിയ സംഗീതം എന്ന് പറഞ്ഞാല് നമ്മൾ പഠിച്ച 24 അക്ഷരത്തില് ചില അക്ഷരങ്ങൾ ടീച്ചർ എടുത്തിട്ടില്ല. നമ്മൾ സമ്പാദ്യം മൊത്തം കൊണ്ട് ബാങ്കിലിടുവോ? ഇല്ല. പറമ്പ് മേടിച്ചിടും? ഇല്ല. നമുക്ക് വട്ടച്ചെലവിനുള്ള കാശും വേണ്ടേ കയ്യില്? അതുപോലെ 1-2 അക്ഷരമൊക്കെ ടീച്ചർ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഒന്നോ ഒന്നിലധികമോ ഒക്കെ ആകാം. നിങ്ങളത് പഠിപ്പിക്കാൻ പോണ പാട്ടിന്റെ അകത്ത് ഏതെങ്കിലും അക്ഷരം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കണ്ടുപിടിക്കണം. അതുകൂടാതെ ചില പേരുകൾ ഇതിന്റെ അകത്ത് ഒളിഞ്ഞിരിക്കുന്നുണ്ട്, അതും കണ്ടുപിടിക്കണം.
ചില പേരിന്റെ പൂർണ്ണതയില്ല, അതിന്റെ അകത്ത് ചില അക്ഷരങ്ങൾ ചേർത്താൽ അതൊരു പൂർണ്ണമായ പേരാകും. അത് കണ്ടുപിടിക്കണം. അതൊരു ഹോംവർക്ക്. നേരത്തെ പറഞ്ഞോണെന്ന് തന്ന മറന്നു പോകുന്നതിന് മുമ്പ് പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ നമുക്ക് പാട്ടങ്ങാട് പിന്നെ അടിച്ചുപൊളി പാട്ടൊക്കെ പാടണമെങ്കിൽ നമ്മുടെ കയ്യില് കുറെ അക്ഷരങ്ങൾ വേണം. അതൊന്നുമില്ല. ഇപ്പൊ ഒരു പാട്ടില്ലേ എന്നൊക്കെ പറഞ്ഞുള്ള ഒരു പാട്ടില്ലേ, ടീച്ചർക്ക് വേർഡ്സ് അറിയാൻ പാടില്ല എങ്കിലും അത് അങ്ങനത്തെ ഒരെണ്ണമുണ്ട്. അതൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ പാടണമെന്നുണ്ടെങ്കിൽ കൂടുതൽ അക്ഷരം വേണം. ആ ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ദീർഘമൊന്നും പഠിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല. അക്ഷരം കൊണ്ടാണ് നമ്മളിപ്പോ പാട്ട് പാടാൻ പോകുന്നത്. പാടാലോ നമുക്ക്. ഓക്കെ. പിന്നെ ആരെങ്കിലും കളിയാക്കുക എന്നാ, തമാശ പറഞ്ഞ് ചിരിക്കുക എന്നാ, അങ്ങനത്തെ നാണക്കേടൊന്നും വേണ്ട കേട്ടോ. നമ്മള് അറിവില്ലായ്മയിൽ നിന്ന് അറിവിലേക്ക് പോകുന്നു. അക്ഷരം അറിയാൻ പാടില്ലാത്ത അക്ഷരം പഠിച്ചു പോകുന്നു. അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി മാത്രം ഇത്ര കിട്ടിയത് നമ്മള് സൂക്ഷിച്ചു വെക്കുന്നു. കൂടുതലാകുമ്പോ നമ്മൾ അതിനെയൊക്കെ ടീച്ചർ പറഞ്ഞില്ലേ, മുറികളിൽ കയറ്റണം, വകുപ്പ് തിരിക്കണം, അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ വരുന്നതിന് മുന്നേ കിട്ടിയതിനെ നമ്മളൊന്ന് സൂക്ഷിക്കുന്നു. ഓക്കെ, തുടങ്ങാല്ല. റരതന പാ റരതന പാ റരതന പവമല റരതന പാ റരതന പാ റരതന പാ റരതന പവമല റരതന പാ ലല 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 റരതന പാ. ഇത് പല രീതിയിലും പാടാം. ടീച്ചർ ഒരു പള്ളിപ്പാട്ടിന്റെ ട്യൂണാണ് എടുത്തേക്കണത്. ഹോസാന എന്നുള്ളൊരു പാട്ടുണ്ട്. ആ പാട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മറിച്ച് വരുമ്പോ വേറെ രീതിയാകും കേട്ടോ. അങ്ങനെയാണ് ഈ ഈണം, താളം, കമ്പോസിങ് എന്നൊക്കെ കേട്ടിട്ടില്ലേ. വലിയ വലിയ ഹയർ ലെവലിലോട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ അതൊക്കെ ഭയങ്കര ശ്രദ്ധിക്കണം. അപ്പൊ അങ്ങനെയൊന്നും ശ്രദ്ധിക്കണ്ട. കിട്ടുന്നത് പോലെ ചേർത്ത് എന്നൊക്കെ കേൾക്കുമ്പോ ഒരു രസം ഉണ്ടാവണം. അത്ര നോക്കിയാൽ മതി കേട്ടാ. ഓക്കെ, അടുത്തത് हर बन चल 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 हर बन चल. നമ്മൾ ആദ്യം പാടിയതിന് പ്രത്യേക അർത്ഥങ്ങളൊന്നുമില്ല, കുറെ അക്ഷരങ്ങൾ അങ്ങോട്ട് ചേർത്ത് ആ ഈണം ശരിയാക്കിയതാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ പാടിയതിന് ഒരു അർത്ഥമുണ്ട്. ഇപ്പൊ ഹർ എന്ന് പറഞ്ഞാൽ ഹിന്ദി വേർഡാണ്. ഒരു ഈച്ച്, ഓരോന്നും എന്നുള്ളൊരു അർത്ഥമാണ്. ബൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന ആ സാധനമാണ് ബൺ. ചൽ എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ് എന്നാണ്. അപ്പൊ ഹർബൺ ചൽ എന്ന് പറഞ്ഞാല് ഓരോ ബണ്ണും പോകട്ടെ, എങ്ങോട്ടാ നമ്മുടെ വായിലോട്ട് ആയിക്കോട്ടെ, അങ്ങനെ ഉള്ള അർത്ഥം. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ അർത്ഥം. ഇനി അടുത്തത് ഭഗവൻ ശരൺ ഭഗവൻ ശരൺ ഠാ 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 ഭഗവൻ ശരൺ ഭഗവൻ ശരൺ ഭഗവൻ ശരൺ ശരവണ ഭഗവൻ ഭഗവൻ ശരൺ. ഇപ്പൊ ഒരു ഭഗവാൻ വന്നു. നമ്മള് ഗണപതി ഭഗവാനെ പഠിച്ചില്ലേ, പറഞ്ഞില്ലേ, കാവച്ച് പഠിച്ചപ്പോ അദ്ദേഹത്തിന്റെ സഹോദരൻ ഇതിന്റെ അകത്തുണ്ട്. ആ പൂർണ്ണ പേര് ഇവിടെ വന്നിട്ടില്ല, പക്ഷെ നിങ്ങളത് കണ്ടുപിടിക്കണം കേട്ടോ. പാരന്റ്സിനോടൊക്കെ ചോദിച്ചാൽ മതി, അറിയാൻ പറ്റും. അപ്പൊ നമ്മുടെ പാട്ട് കഴിഞ്ഞ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഒന്നിച്ചൊന്ന് പാടി തീർക്കാം. നിങ്ങളത് എഴുതണം, പുസ്തകത്തിൽ എഴുതണം കേട്ടോ. ഒന്നുകൂടി റരതന പാ റരതന പാ റരതന പവമല റരതന പാ റരതന പാ റരതന പാ റരതന പവമല റരതന പാ ലല 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 റരതന പാ ഹർ ബൺ ചൽ 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 ഹർ ബൺ ചൽ ഭഗവൻ ശരൺ ഭഗവൻ ശരൺ ഠാ ഠാ ധാ ധാ ഭഗവൻ ശരൺ ഭഗവൻ ശരൺ ഭഗവൻ ശരൺ ശരവണ ഭഗവൻ ഭഗവൻ ശരൺ. ഏതക്ഷരമാണ് ഇല്ലാത്തതെന്ന് കണ്ടുപിടിക്കണം. ഒരക്ഷരം ഇല്ല. കൂടാതെ ഒന്നോ രണ്ടോ നിങ്ങൾ നോക്കുക കേട്ടാ. അത് കൂടാതെ ഒരു നല്ലൊരു പേര്, 5 അക്ഷരമുള്ള ഒരു പേരും ഇതിന്റെ അകത്ത് ഒളിഞ്ഞിരിക്കുന്നുണ്ട്, കണ്ടുപിടിക്കുക. അപ്പൊ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് ഇനി നിങ്ങൾക്ക്, ഇത് ടീച്ചർ ഉണ്ടാക്കിയ പാട്ടാണ്, ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് ഈ അക്ഷരങ്ങളൊക്കെ വെച്ചിട്ട് വേറെ എത്രയോ വാക്കുകളുണ്ട് ഉണ്ടാക്കുക. ശ്രമിച്ചാൽ കിട്ടും. ശീലിച്ചാൽ തീയിൽ നടക്കാം. ആരാ പറഞ്ഞത്? സാധ്യമായിട്ടൊന്നുമില്ല എന്ന് നാരായണ ഗുരു. ടീച്ചറിന്റെ ക്ലാസ്സിൽ അതറിവ് പറഞ്ഞ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ. നെക്സ്റ്റ് ക്ലാസ്.